ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ പൊന്മുടിയിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചങ്ക സുഹൃത്തുമായിട്ടാണ് വന്നത്, ഫായിന്. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഗായ്സ്, എൻ്റെ ഏക ആഗ്രഹമായിരുന്നു എനിക്ക് പൊന്മുടിയിൽ വരണമെന്ന്. അപ്പോൾ എന്തായാലും അത് നടന്നു കിട്ടി. എന്തായാലും നല്ല ക്ലൈമറ്റാണ് കേട്ടോ ഇവിടുത്തെ. അടിപൊളി തണുപ്പും കോടമഞ്ഞും നല്ല മലയും അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ ഇവിടെ. ഇന്ന് ആൾക്കാരെങ്കിലും വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും വന്ന് കാണുക, ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ ആസ്വദിക്കുക അല്ലേ മനസ്സേ? യെസ്, നീ വന്നിട്ട് എനിക്ക് ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്താ? നീ കാണാൻ പറ്റത്തില്ലെങ്കിലും നിന്റെ ഉള്ളുകൊണ്ടുള്ള ഒരു ഇതെന്താണ്? ഉള്ളുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ നല്ലൊരു ക്ലൈമറ്റാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നല്ല മലയും കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുന്നുണ്ട്, നന്നായിട്ട് മനസ്സുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റില്ലെങ്കിൽ നമുക്കത് മനസ്സുകൊണ്ട് അറിയാന്നുള്ളതല്ലേ, അറിയാൻ പറ്റില്ലേ? അതിന്റെ ഒരു മനസ്സിന് സന്തോഷം തോന്നുന്നുണ്ടോ? എനിക്ക് പിന്നല്ലാതെ മനസ്സിന് സന്തോഷം തോന്നുന്നുണ്ടോ? നമ്മൾ ബസ്സിൽ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ നല്ല സന്തോഷമാണ്. ഇങ്ങനെ ഒരുപാട് പേര് വീട്ടിലൊക്കെ അടച്ചുകൂടി ഇരിപ്പുണ്ട്. എന്തെങ്കിലും ചെറിയൊരു വയ്യാന്നും പറഞ്ഞിട്ട് അവരുടെ വീട്ടുകളിൽ അവരെങ്കിൽ തഴഞ്ഞ് അവരുടെ വീടുകളിലാണെങ്കിൽ ഒറ്റപ്പെടുത്തിയിട്ടിപ്പുണ്ട്. ഒത്തിരി പേരെങ്കിലും കാഴ്ച വൈകല്യമുള്ളവരെയും കാല് വയ്യാത്ത ചെറിയ പ്രശ്നങ്ങളുള്ളവരെയൊക്കെ വീട്ടിലാണെങ്കിൽ ഓരോ പ്രശ്നങ്ങളായിട്ട് വീട്ടിൽ എങ്ങും വിടാതെ, ഇപ്പോൾ അപ്പുറത്തോട്ട് പോലും വിടാതെ അവരുടെ വീട്ടിൽ ഇങ്ങനെ അടച്ച് ഒതുക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പ്രചോദനമാണ് നമ്മുടെ ഫായിൻ എന്ന് പറയുന്നത്. ഇവനാക്കി നല്ലോണം കീബോർഡ് വായിക്കും, അതുപോലെ തന്നെ അവന് ഒരുപാട് ആഗ്രഹമാണ് യാത്ര ചെയ്യാനും ഒക്കെ. എന്നിട്ട് അങ്ങനെയുള്ള അടുത്ത് എല്ലാവർക്കും ഒരു പ്രചോദനമാണ് ഫായിൻ എന്ന് വെച്ചാൽ. അവനെ യാത്ര ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഇവരുടെ വീട്ടിൽ നിന്ന് ഇപ്പം ഇവനെ തന്നെ വിടത്തില്ലായിരുന്നു. ഇപ്പം കുറച്ച് നാളേറെ കൊണ്ടാണ് ഇപ്പം പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ തുടങ്ങിയതും. ഇപ്പം ഒറ്റയ്ക്ക് പോയിട്ട് വരും. തിരുവനന്തപുരം, ഇപ്പോൾ കൊല്ലത്തുനിന്ന് ഇവരുടെ വീട്ടിൽ ചടയമംഗലമാണ്. ആ ചടയമംഗലത്തുനിന്ന് തിരുവനന്തപുരത്തൊക്കെ അവൻ ഒറ്റയ്ക്കാണ് പോയിട്ട് വരുന്നത് ബസ്സിനകത്ത്. നിങ്ങൾക്ക് അതിശയമായിരിക്കും അത് കേൾക്കുന്നത്. കാരണം ഒറ്റയ്ക്കാനാണ് ആ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അവന് ഒട്ടും കാഴ്ചയില്ല, പക്ഷെ അവനാണെങ്കിൽ ഒറ്റയ്ക്ക് അവന് പറ്റുമെന്ന് കരുതിയിട്ട് അവനാണെങ്കിൽ യാത്ര ചെയ്ത് അവനാണെങ്കിൽ സാധിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അവൻ ടൈപ്പ് ചെയ്യും. കമ്പ്യൂട്ടർ അവന് അറിയാം. അത്യാവശ്യം വീടുകൾ അടിക്കാനും കാര്യങ്ങളൊക്കെ അവനറിയാം. നമ്മൾ വീട്ടിൽ ചടഞ്ഞ് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും പറ്റത്തില്ല. ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ മുന്നോട്ട് വരണം. കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ ഫായിനെ കണ്ടുപഠിക്കും. ഇങ്ങനെ അത്യാവശ്യം പാട്ടും പാടും. ഇവനൊരു യൂട്യൂബ് ചാനലുണ്ട്, ഫായിൻ ടാക്സ് എന്ന്. എല്ലാവരും എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ. ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. നമ്മൾ പൊന്മുടിയിലാണ്. ഇവിടെ മൊത്തം നമുക്ക് അടിച്ചു പൊളിച്ചിരിക്കുന്ന കണ്ടിട്ട് അല്ലേ? നമുക്ക് മണ്ടലിൽ ഒന്ന് ടോപ്പിൽ പോകണം. ടോപ്പിൽ പോയി ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിക്കും. ഓക്കെ.